ശ്രീ ഉപേന്ദ്രനാരായൺ, ഞെട്ടിപ്പിക്കുന്ന അപകടങ്ങളാണ് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ ഉണ്ടായത്. വേഗത, ഉറക്കം ഇങ്ങനെയുള്ള സാമാന്യവൽക്കരണത്തിലുപരി യഥാർത്ഥത്തിൽ റോഡ് അപകടങ്ങൾ നടക്കുന്നതിന് പിന്നിൽ ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ നമുക്കെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? അതായത് നമ്മുടെ സ്റ്റേറ്റില് 2000-ന് മുമ്പ് വല്ലപ്പോഴും ഒരു അപകടം ഉണ്ടാകുമായിരുന്നു, ഒരാൾ മരിക്കുമായിരുന്നു. 2000-ന് ശേഷം ആഴ്ചയില് 1-2 പേർ മരിക്കുമായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് റോഡ് അപകടങ്ങൾ, കൂട്ടമരണങ്ങൾ നിത്യസംഭവമായി കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ആക്സിഡന്റിന് ശേഷം ആ സ്പോട്ട് വിസിറ്റ് ചെയ്യുകയും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയും എഞ്ചിനീയർമാരും ഒക്കെ ചേർന്ന് രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ഇങ്ങനല്ല വേണ്ടത്. ഞാൻ വളരെ എളിമയോട് പറയട്ടെ, റോഡുകൾ എന്ന് പറയുന്നത് 24 മണിക്കൂറും 365 ദിവസവും വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അപകട മേഖലകൾ കണ്ടുപിടിക്കാൻ, അപകടം ഉണ്ടായിട്ട് കണ്ടുപിടിക്കുന്നത് ആ ഒരു തത്വം വേറെ, മറിച്ച് അപകട സാധ്യതയുള്ള സ്ഥലം മുൻകൂട്ടി കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ സ്പോട്ടിൽ ചെയ്യുന്ന ഒരു തത്വം വേറെ. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇന്നലത്തെ കോന്നിയിലെ അപകടം, ഇന്ന് രാവിലത്തെ കോന്നിയിലെ അപകടം എന്ന് പറയുന്നത് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. അതായത് 5 തരം ഇഷ്യൂസ് ആണ് നമ്മുടെ റോഡ് അപകടങ്ങളുടെ മുഖ്യ കാരണങ്ങൾ. അതായത് 1, ഹൈവേ ഓർ റോഡ് റിലേറ്റഡ് ഇഷ്യൂസ്. 2, വെഹിക്കിൾ റിലേറ്റഡ് ഇഷ്യൂസ്. 3, ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂസ്. 4, റോഡ് യൂസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. 5, എൻഫോഴ്സ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അപ്പൊ ഈ 5 കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂസ്. കാര്യം നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ SCRB, സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നതും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്നതും 60-80% റോഡ് ആക്സിഡന്റ്സ് ഉണ്ടാക്കുന്നതിൽ ഡ്രൈവർമാരുടെ പങ്കാണ് എടുത്തു കാണിക്കുന്നത്. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇന്ന് ഈ കോന്നി സംഭവത്തിൽ വേണ്ടത്. അതിനുള്ള എന്താണ് ട്രീറ്റ്മെന്റ്? അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുകയാണെങ്കിൽ, അന്താരാഷ്ട്ര എയർപോർട്ട് നമുക്ക് തിരുവനന്തപുരത്തുണ്ട്. അവിടെ 2 യുവ മിഥുനങ്ങൾ എന്ന് തന്നെ പറയും. അവര് എന്താ പറയുന്നത്, ഹണിമൂൺ ആഘോഷിക്കാൻ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്തു. അവരെ പിക്കപ്പ് ചെയ്യാൻ, റിസീവ് ചെയ്യാനായിട്ട് ഓരോ പെൺകുട്ടിയുടെയും പയ്യന്റെയും അച്ഛന്മാര് സ്വന്തം കാർ എടുത്ത് പോയി. ഹവേഴ്സ്, അതായത് രാത്രി 12 മണിക്കും വെളുപ്പിന് 5 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിദാരുണമായ അപകടങ്ങൾ, കൂട്ടത്തോടെയുള്ള മരണങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്താണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡ്രൈവ് ചെയ്ത ആൾക്കാർക്ക് ഹവേഴ്സിൽ ഡ്രൈവ് ചെയ്തുള്ള പരിശീലന കുറവ് ഉണ്ടാകാം. പിന്നെ തിരുവനന്തപുരത്തു നിന്ന് ഇവിടം വരെ വരാനായിട്ട് അദ്ദേഹം സ്വീകരിക്കേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ എല്ലാ ഇന്റർനാഷണൽ എയർപോർട്ടുകളിലും നല്ല സേഫ് ആയിട്ടുള്ള ടാക്സികളുണ്ട്, വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ഉണ്ട്. കാര്യം നമ്മുടെ സ്റ്റേറ്റിലോ ഇന്ത്യയിലോ ടാക്സി ഡ്രൈവർമാർ അപകടത്തിൽ പെടുന്നത് വളരെ ചുരുക്കമാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഒരു ചിന്ത നമ്മൾക്ക് പോകേണ്ടിയിരിക്കുന്നു. കാരണം റോഡിലോട്ട് ഇറങ്ങിയാൽ അപകടം സംഭവിക്കും എന്നുള്ള നിലയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നത്. ചോര വീഴാത്ത ഒരു 100 മീറ്റർ പോലും ഇന്ന് നമ്മുടെ ഹൈവേകൾ ഇല്ല. അത് പല കാരണങ്ങളുണ്ടാവും. അപ്പോ ഇതെല്ലാം നമ്മൾ പ്രിവെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ മാതിരി ടാക്സികളെ ആശ്രയിക്കാം. പൊതുഗതാഗത സംവിധാനം, അതായത് KSRTC പോലെയുള്ള ഏറ്റവും ലക്സുറീസ് ആയിട്ടുള്ള ബസ്സുകൾ നമുക്കുണ്ട്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ഡ്രൈവറിനെ വിളിച്ചോണ്ട് പോവാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ റോഡ് സേഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, വളരെ സോഫിസ്റ്റിക്കേറ്റഡുമാണ്. പെട്ടെന്ന് നമുക്കൊരു എഞ്ചിനീയർ വന്നിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്നതിൽ അദ്ദേഹം ഒരു നല്ല ഡ്രൈവർ ആയിരിക്കും. അപ്പൊ ഇത് ഡ്രൈവ് ചെയ്ത് എക്സ്പെർട്ടൈസ് നേടിയ ആൾക്കാരെയാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അതായത് വിദഗ്ധന്മാരില്ലാതെ റോഡ് സുരക്ഷ എങ്ങും എത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് 2000-ന് ശേഷം ഉണ്ടായതെല്ലാം. പക്ഷേ ഉപേന്ദ്രനാരായൺ, ഒരു കാര്യം ചോദിച്ചോട്ടെ? കാരണം ഈ റോഡ് ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും അവകാശമല്ലേ? ഇവിടെ വളരെ വിദഗ്ധരായിട്ടുള്ള ഡ്രൈവേഴ്സ് അല്ലാത്തവരാണ് ഇത്തരം അപകടം വരുത്തുന്നത് എന്ന് നമുക്ക്
സാമാന്യവൽക്കരിച്ച് പറയാൻ സാധിക്കുമോ? കാരണം എത്രയോ എക്സ്പേർട്ടായിട്ടുള്ള KSRTC ഡ്രൈവേഴ്സ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ടാക്സി ഡ്രൈവേഴ്സ് അടക്കം തന്നെ എത്രയോ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഒരു സാധാരണ പൗരൻ നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ ഈ ഡ്രൈവിങ്ങിലുള്ള വൈദഗ്ധ്യമാണോ അതോ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം, ഒപ്പം റോഡ് നിർമ്മാണത്തിലെ ശാസ്ത്രീയ വശം, ഇതൊക്കെ കൂടുതൽ കേന്ദ്രീകരിച്ചല്ലേ പോകേണ്ടത്? നമുക്കങ്ങനെ ഇവരാരും തന്നെ അത്ര വിദഗ്ധരായ ഗതാഗത സംവിധാനത്തിന് ഉപയോഗിക്കത്തക്കവണ്ണമുള്ള ഡ്രൈവേഴ്സ് അല്ല എന്ന് പറയുമ്പോൾ അതിലൊരല്പം ലാഘവത്തോടു കൂടി കാണുന്ന സമീപനമായി പോകില്ലേ? ഇല്ല ഇല്ല ഇല്ല. കാരണം ഈ ആലപ്പുഴ കളർകോട് അപകടത്തിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചപ്പോഴ് അത് ഡ്രൈവ് ചെയ്ത മെഡിക്കൽ വിദ്യാർത്ഥിക്ക് അല്ല, ആ വിഷയത്തിൽ തീർച്ചയായും നമുക്ക് അങ്ങനെ കണക്കാക്കാം. കാരണം അത് വാഹനം ഓടിച്ചിരുന്ന കുട്ടി വെറും 6 മാസത്തെ പരിചയം മാത്രം ഉണ്ടായിരുന്ന കുട്ടിയാണ്. ബാക്കി ഉണ്ടായിരുന്നവരെല്ലാം ചെറിയ കുട്ടികളാണ്. അത് നമുക്ക് അത്തരം താങ്കൾ പറഞ്ഞതുപോലെ അവിടെ പ്രവൃത്തി പരിചയം, വാഹനം ഉപയോഗിച്ചുള്ള പരിചയം കുറവ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പാലക്കാട് പനയംതോട് 4 പെൺകുട്ടികളുടെ ജീവൻ കവർന്ന കേസിൽ ഈ ലോറി ഡ്രൈവേഴ്സ് ദേശീയപാതയിലുടനീളം അന്തർ സംസ്ഥാനങ്ങളിൽ ഓടുന്നവരാണ്. അവർക്ക് എവിടെയാണ് ഈ എക്സ്പെർട്ടൈസിന്റെ കുറവ് വന്നത്? അവിടെയാണ് ദേർ യു ആർ. അതായത് അത് ഡ്രൈവ് ചെയ്തത് ക്ലീനറാണ്, ലൈസൻസ് ഇല്ലാത്ത ഒരു ക്ലീനറാണ്. പിന്നെ ഡ്രൈവ് ചെയ്ത് മദ്യമാണ്. ഹി വാസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കർ. നമ്മൾ അത് മനസ്സിലാക്കണം. ഇപ്പൊ നാഷണൽ ഹൈവേ ഒരു ഫ്ലിംസി ആയിട്ടുള്ള ഒരു ബാരിക്കേഡ് വെച്ചെങ്കിൽ തന്നെയും അതിനെ തകർത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ സോളിഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ബാരിയറോ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ്, പൊട്ടിക്കിടക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് എങ്കിലും വെച്ചെങ്കിൽ ആ ലോറി അവിടെ നിന്നേനെ. ഞാൻ പറഞ്ഞത് അതും ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഈ മെഡിക്കോസിന്റെ ആക്സിഡന്റ് ഉണ്ടായ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഏതാണ് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അല്ലാത്തത്? ഇപ്പൊ തന്നെ പാലക്കാട് പിഞ്ചോമന മക്കൾ മരിച്ചു 4 പേര്. അതും എന്താണ്? ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളവ് തിരിച്ചു, അതിന്റെ റിയർ ഓവർ ഹാങ് വന്നിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച ഒരാളിന്റെ വണ്ടി ലോറിയുമേ പോയി ഇടിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടുള്ള അപകടങ്ങൾ പെരുകുകയാണ്. അപ്പൊ ഈ 4-5 അപകടങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. മറ്റു പല കാരണങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ എപ്പോഴും ഒരു പലതരത്തിലുള്ള കോസസ് ആണ് റോഡ് ആക്സിഡൻസിലേക്ക്, പ്രത്യേകിച്ചും ട്രാജിക് റോഡ് ആക്സിഡൻസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്.